أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اتقوا الله عباد الله. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും സൃഷ്ടാവായ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വിശുദ്ധ റമദാനിൻ്റെ ഏറ്റവും പവിത്രമാക്കപ്പെട്ട ദിനരാത്രങ്ങളിലൂടെയാണ് അൽഹംദുലില്ലാഹ് ഞാനും നിങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. റമദാനിൻ്റെ പകുതി നമ്മിൽ നിന്ന് പിന്നിട്ടു. ഇനി ഏതാനും എണ്ണപ്പെട്ട നോമ്പുകൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാക്ക് എത്ര കൃത്യമാണെന്ന് നോക്കൂ. നമ്മൾ തന്നെ സാധാരണ പറയാറില്ലേ, എന്നാണ് നോമ്പ് തുടങ്ങിയത്, എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നത്. ലാ തഖൂമു സ്സാഅ ഹത്താ യതഖാറബ അസ്സമാൻ. കാലങ്ങൾ അടുത്തു വരുന്നത് വരെ അന്ത്യദിനം സംഭവിക്കുകയില്ല. വർഷങ്ങൾ മാസങ്ങളെപ്പോലെയും മാസങ്ങൾ ആഴ്ചകളെപ്പോലെയും ആഴ്ചകൾ ദിവസങ്ങളെപ്പോലെയും ദിവസങ്ങൾ മണിക്കൂറിനെ പോലെയും മണിക്കൂറുകൾ മിനിറ്റുകളെപ്പോലെയും ഒക്കെ നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാലം സംജാതമാക്കും. അല്ലാഹു നമുക്ക് നൽകിയ ആയുസ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ കൃത്യമായി വിനിയോഗിക്കുക. ഈ റമദാനിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പും നമസ്കാരങ്ങളും ഖുർആൻ പാരായണവും മറ്റു ഇബാദത്തും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇനിയുള്ള ബാക്കി നോമ്പുകളൊക്കെ കൃത്യമായി അനുഷ്ഠിക്കാനുള്ള ആരോഗ്യം, തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. പിന്നെ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട്. എന്തെന്നറിയോ? ഞായറാഴ്ചയാണ്. ഓരോ ആളുകളും ആഴ്ചയിൽ 6 ദിവസം ജോലി ചെയ്ത് പണിയെടുത്ത് വിശ്രമിക്കാം എന്ന് വിചാരിക്കുന്ന ദിവസമാണ് ഇത്, ഞായറാഴ്ച. അതും ഒരു പീക്ക് സമയത്ത് ളുഹറിന് ശേഷമാണ് നമ്മുടെ ക്ലാസ്. പിന്നെ AC ഒക്കെ ഉണ്ടായത് കൊണ്ട് ആർക്കും കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇരുത്തത്തിനും നമുക്ക് പ്രതിഫലമുണ്ട്. നമ്മളൊരു ഇൽമിൻ്റെ സദസ്സിലാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം പെയ്തിറങ്ങുന്നു. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുന്ന വളരെ മഹത്വമായ ഒരു സദസ്സാണിത്. അള്ളാഹു ഇതുപോലെ നാളെ സ്വർഗത്തിൽ ഒത്തൊരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ജീവിത വിശുദ്ധി റമദാനിലൂടെ എന്ന വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. മനുഷ്യൻ്റെ മനസ്സിനും അതുപോലെ തന്നെ ജീവിതത്തിനും സ്വഭാവത്തിനുമൊക്കെ ഒരു ശുദ്ധി വരുത്താൻ വേണ്ടിയിട്ടാണ്, അതല്ലെങ്കിൽ സ്വഭാവ ശുദ്ധീകരണത്തിനും ജീവിത ശുദ്ധിക്കുമൊക്കെ വേണ്ടിയിട്ടാണ് അള്ളാഹു ഓരോ ഇബാദത്തുകളും ശരിക്ക് ക്രമീകരിച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, നമസ്കാരം, ഇന്ന സ്വലാത്ത് തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നമസ്കാരം എന്നുള്ളത് എല്ലാവിധ മോശമായ പ്രവർത്തനങ്ങളിൽ നിന്നും
വൃത്തികേടുകളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കും. അത് നമ്മുടെ ജീവിത ശുദ്ധീകരണത്തിന് വേണ്ടി അള്ളാഹു ക്രമീകരിച്ച ഒരു ഇബാദത്താണ്, അല്ലേ? ഇന്ന് ലഹരി വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചകളിൽ, കഴിഞ്ഞ മാസങ്ങളിലൊക്കെ വന്ന വാർത്ത കേട്ട് നമ്മൾ ഞെട്ടിപ്പോയിട്ടുണ്ട്. ഓരോ കൊലപാതകങ്ങളിലേക്കും കുറ്റകൃത്യങ്ങളിലേക്കും ഇത് കൊണ്ടെത്തിക്കുന്നത് ചെറുപ്പക്കാർ മുതൽ യുവതിയുവാക്കൾ വരെ അത് ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണ്. നോക്കൂ, ശരിക്ക് നമസ്കരിക്കുന്ന ഒരു വ്യക്തി ലഹരി ഉപയോഗിക്കുകയില്ല, ആ തിന്മയിൽ നിന്ന് അവൻ മാറി നിൽക്കും. മദ്യപിക്കുകയില്ല, വ്യഭിചരിക്കുകയില്ല, പലിശയുമായി ബന്ധപ്പെടുകയില്ല. നമസ്കരിക്കുന്ന ഒരു വ്യക്തിയാണോ അവൻ തിന്മകളിൽ നിന്ന് മോചിതനായിരിക്കും. അതിനാണ് ആ ഇബാദത്ത് അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ സ്വതക്കയാകട്ടെ, സക്കാത്താകട്ടെ, നമ്മുടെ സമ്പത്തിനെ ശുദ്ധീകരിക്കാൻ, അതിലൂടെ ജീവിത വിശുദ്ധി നൽകാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ആ ഇബാദത്തുകൾ നമുക്ക് നൽകിയിട്ടുള്ളത്. ഇനി ഹജ്ജ് നോക്കൂ, ഉംറ നോക്കൂ. റജഅ കയൗമിൻ വലദതുഹു ഉമ്മുഹു. ഒരു ഉമ്മ പ്രസവിച്ച കുട്ടിയെപ്പോലെ ഹജ്ജ് ചെയ്ത ആൾ മടങ്ങി വരുന്ന പറഞ്ഞിട്ടുള്ളത്, പാപമുക്തമായ മനസ്സോട് കൂടിയിട്ട്. അത് തഖ്വ കൈവരിക്കാൻ, ജീവിത ശുദ്ധി കൈവരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർബന്ധമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ വിശുദ്ധ റമദാനിലെ നോമ്പടക്കം, ആ നോമ്പിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമായി പറഞ്ഞത് എന്താണെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ, കുത്തിബ അലൈക്കുമുസ്സിയാം കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുൻഗാമികൾക്ക് അല്ലാഹു നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ നമുക്കും അല്ലാഹു നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇനി സഹോദരങ്ങളെ, സഹോദരിമാരെ, ആ നോമ്പിന്റെ പരമപ്രധാനമായ ലക്ഷ്യം അല്ലാഹു പഠിപ്പിക്കുകയാണ്, ലഅല്ലകും തത്തഖൂൻ. ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, തഖ്വ കൈവരിക്കാൻ വേണ്ടിയിട്ടാണ്, ജീവിത ശുദ്ധി കൈവരിക്കാൻ വേണ്ടിയിട്ടാണ് റമദാനിലെ നോമ്പടക്കം അല്ലാഹു നമുക്ക് നിർബന്ധമാക്കിയത്. ഇപ്പൊ പറഞ്ഞതിന്റെ ആകെ ചുരുക്കം എന്നറിയോ? നമസ്കാരം, സ്വതഖ, സക്കാത്ത്, ഹജ്ജ്, ഉംറ, നമ്മൾ ഈ റമദാനിൽ നിർവഹിക്കുന്ന നോമ്പടക്കം, അത് നമ്മുടെ ജീവിതത്തിന് തഖ്വയുണ്ടാകാൻ, എല്ലാവിധ തിന്മകളിൽ നിന്നും മോചിതമായി നന്മയിൽ മുന്നേറാൻ, ജീവിത ശുദ്ധി കൈവരിക്കാൻ വേണ്ടിയിട്ടാണ് ഇബാദത്തുകൾ അല്ലാഹു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കിയത് എന്ന ആദ്യ പോയിന്റ് നമ്മൾ മനസ്സിലാക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉബയ്യ് ഇബ്നു കഅബിനോട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, എന്താണ് ജീവിത വിശുദ്ധി? അപ്പൊ അദ്ദേഹം മറുപടി പറഞ്ഞു, നഗ്നപാതനായ ഒരാൾ ദുർഘടപാതയിലൂടെ സഞ്ചരിക്കുന്നു, ഒരുപാട് മുള്ളുകളും കല്ലുകളും ഇടതൂർന്ന് നിൽക്കുന്ന ഒരു വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന് വിചാരിക്കുക. അത്രയും സൂക്ഷ്മമായിട്ടായിരിക്കും ആ വഴിയിലൂടെ അദ്ദേഹം സഞ്ചരിക്കുന്നത്. ആ കല്ലുകളും മുള്ളുകളൊന്നും തൻ്റെ കാലിൽ തറക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മളാണെങ്കിലും അങ്ങനെ ഇരിക്കും. അപ്പോ അയാളുടെ ഓരോ ചുവടും അതീവ ശ്രദ്ധയോട് കൂടിയിട്ടായിരിക്കും. ഇതുപോലെ ജീവിതമാകുന്ന യഥാർത്ഥ പാതയിൽ ഓരോ വിലക്കുകളും സൂക്ഷിച്ച് ഓരോ നിമിഷവും നമ്മൾ കഴിയലാണ് തഖ്വ എന്നുള്ളത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഉബയ്യ് ഇബ്നു കഅബ് മറുപടി കൊടുക്കുന്നുണ്ട്. നോക്കൂ, ഈ ഒരു ലോകം എന്ന് പറയുന്നത് ഒരുപാട് തിന്മകൾ നിറഞ്ഞുകൂടിയതാണ്. ഒരുപക്ഷെ ഈ റമദാനിൽ നമ്മളെ കൊണ്ട് സൂക്ഷ്മത കൈവരിക്കാൻ കഴിഞ്ഞേക്കാം. കാരണം എന്താ? അസ്വിയാമു ജുന്ന, നോമ്പ് ഒരു പരിചയാണ്. യുദ്ധക്കളത്തിൽ തനിക്ക് നേരെ വരുന്ന അമ്പുകളെ തടുക്കാൻ ഒരു പരിച കൊണ്ട് ഒരാൾക്ക് സാധ്യമാകും, അല്ലേ? അപ്പൊ റമദാനിൽ ചിലപ്പോൾ ഒരാൾ തിന്മയിലേക്ക് പോയി എന്ന് വരൂല.
മാത്രല്ല സുഫിദത്തി ശയാത്തീൻ, പിശാചുക്കളെ ചങ്ങലയിൽ ബന്ധിക്കപ്പെടുന്ന മാസം. അപ്പോഴും ഒരാൾ തിന്മയിലേക്ക് പോകൂല. റമദാൻ കഴിഞ്ഞാൽ ഈദുൽ ഫിത്റിന്റെ ദിവസം മുതൽ ബാക്കി 11 മാസങ്ങളാണ് ഈ ജീവിത വിശുദ്ധി അതല്ലെങ്കിൽ തഖ്വ നമ്മൾ നിലനിർത്തേണ്ടത്. അവിടെയാണ് നമ്മുടെ വിജയം. റമദാനിൽ പിശാചിനെ ചങ്ങലിൽ ബന്ധിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മളിപ്പോൾ റമദാൻ അല്ലാത്ത സമയത്ത് പിശാച് നമ്മളെ ദുർബോധനം നടത്തുന്ന പോലെ ഈ റമദാനിൽ നടത്തുന്നുണ്ടോ? തിന്മയിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ? കുറവായിരിക്കും. പക്ഷെ റമദാനിന് ശേഷമുള്ള ജീവിതത്തിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ആ ജീവിത വിശുദ്ധി കൈവരിക്കാൻ ഈ റമദാൻ നമുക്കൊരു കാരണമാകണം. നോക്കൂ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം കുട്ടിയാകുന്ന സമയത്ത് പ്രവാചകന്റെ കൂടെ ഒട്ടകപ്പുറത്ത് ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. പ്രവാചകൻ ഇബ്നു അബ്ബാസിനോട് പറയുന്നുണ്ട്, യാ ഗുലാം ഇന്നി ഉഅല്ലിമുക ബികലിമാത്ത്, നിനക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരാം. അതിലൊന്നാമതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്ന കാര്യം എന്താണെന്നറിയോ? യഹ്ഫദുക. ഇബ്നു അബ്ബാസ്, നിന്റെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും നീ റബ്ബിനെ സൂക്ഷിക്കണേ, ജീവിത വിശുദ്ധി കൈവരിക്കാൻ നീ ശ്രമിക്കണേ. അങ്ങനെ നീ ചെയ്താൽ യഹ്ഫദുക, നിന്നെ സൃഷ്ടിച്ച റബ്ബ് നിന്നെ സംരക്ഷിക്കുന്നതാണ്. ഒന്നാമതായി ഇബ്നു അബ്ബാസിന് കൊടുക്കുന്ന ഒരു ഉപദേശമല്ല. ഇനി നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ, ജോലി ചെയ്യുന്ന മേഖലയിൽ, അധികാരത്തിലിരിക്കുമ്പോൾ റബ്ബിനെ സൂക്ഷിക്കാൻ നമ്മളെ കൊണ്ട് സാധ്യമാകുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. അല്ലാഹുവിനെ ഒരാൾ യഥാർത്ഥ രൂപത്തിൽ സൂക്ഷിച്ചാൽ അവന് ഇഹലോകത്തും പരലോകത്തും അനുഗ്രഹങ്ങളുണ്ട്. ഇഹലോകത്ത് ലഭിക്കുന്ന അനുഗ്രഹം എന്താണെന്നറിയോ? വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, വമൻ യത്തഖില്ലാഹ, ആര് അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചുവോ, യജ്അൽ ലഹു മഖ്റജ, അല്ലാഹു അവന് പോംവഴി കാണിച്ചു കൊടുക്കുന്നതാണ്. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ ഉദ്ദേശിക്കാത്ത രൂപത്തിലൂടെ അവൻ ഉപജീവന മാർഗം അല്ലാഹു നൽകുന്നതാണ്. രാവിലെ കൂട്ടിൽ നിന്നിറങ്ങിയ പക്ഷിക്ക് വൈകുന്നേരമാകുമ്പോഴത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപജീവന മാർഗം നൽകി അനുഗ്രഹിക്കുന്നുവെങ്കിൽ, നമ്മളറിയാതെ നമ്മൾ ഉദ്ദേശിക്കാത്ത മാർഗത്തിലൂടെ റബ്ബ് നമുക്ക് റിസ്ക് നൽകി അനുഗ്രഹിക്കുന്നതാണ്. ഒരേ ഒരു കാര്യമേ റബ്ബ് പറഞ്ഞിട്ടുള്ളൂ, വമൻ യത്തഖില്ലാഹ, റബ്ബിനെ നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളത്. ഇന്ന് നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഒരു ലക്ഷ്യം എന്താണ്? പണം ഉണ്ടാക്കണം എന്നുള്ളത്. നല്ലൊരു ജോലി വേണം, സമ്പാദിക്കണം, കുടുംബത്തെ നോക്കണം, അവർക്ക് ഭക്ഷണം കൊടുക്കണം, വസ്ത്രം വാങ്ങിക്കൊടുക്കണം. റിസ്ക്, ഉപജീവന മാർഗം, സമ്പത്ത്, അതാണ് ഇന്ന് ദുനിയാവിൽ ഒരാൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്. നിങ്ങൾ യഥാർത്ഥ രൂപത്തിൽ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചാൽ, ജീവിത ശുദ്ധി നിങ്ങൾ കൈവരിച്ചാൽ, ഇഹലോകത്ത് നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കില്ല. നിങ്ങളുടെ കച്ചവടത്തിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും റബ്ബിൻ്റെ റഹ്മത്തുണ്ടാകും, അനുഗ്രഹമുണ്ടാകും. പക്ഷേ റബ്ബിനെ സൂക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാകണം. ഇനി സഹോദരങ്ങളെ, ദുനിയാവിൽ നിന്നങ്ങ് മരണപ്പെട്ടു പോവുകയാണ്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, ഓരോ ആത്മാവും മരണത്തിന്റെ രുചി ആസ്വദിക്കുന്നതാണ്. മരിക്കാത്തവരായി ആരും ഉണ്ടാവുകയില്ല. ഇനി വരുന്ന റമദാനിലെ നാളത്തെ നോമ്പിന് നമ്മൾ സാക്ഷികളാകുമോ എന്ന് പറയാൻ സാധ്യമല്ലാത്ത രൂപത്തിലാണ് അല്ലാഹു മരണത്തെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിശ്ചയിച്ചിട്ടുള്ളത്. എന്നാൽ ആഖിറത്തിൽ ആരും നമ്മെ സഹായിക്കാനില്ലാത്തൊരു രോഗം നമുക്ക് വരാനുണ്ട്. ജ്യേഷ്ഠനോ അനിയനോ ഭാര്യയോ ഭർത്താവോ ഉപ്പയോ ഉമ്മയോ ബന്ധുമിത്രാദികളോ നാട്ടുകാരോ സംഘടനക്കാരോ ആരും സഹായിക്കാനില്ലാത്തൊരു ലോകം നമുക്ക് വരാനുണ്ടെങ്കിൽ
അവിടെ നമുക്ക് ഉപകാരപ്പെടുന്നത് നമുക്ക് തഖ്വയാണ്. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് സ്വർഗത്തിന് വേണ്ടിയിട്ടാണ്. പരലോകമോക്ഷമെന്ന് പറയുമ്പോൾ നരകമോചനമാണ് ഉദ്ദേശിക്കുന്നത്, സ്വർഗപ്രവേശനമാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ആ തഖ്വ കൈവരിച്ച ഒരാൾക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളത്. അൽ ജന്നത്തു ഉഇദ്ദത്തു ലിൽ മുത്തഖീൻ, തയ്യാറാക്കുമെന്നല്ല, സ്വർഗം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, റെഡിയാണ്. കാഫിര്യങ്ങൾക്ക് നരകം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ റബ്ബ് പറഞ്ഞതാണ് അൽ ജന്നത്തു ഉഇദ്ദത്തു ലിൽ മുത്തഖീൻ, സ്വർഗം അത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ സ്വർഗമല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്? ആ സ്വർഗം ലഭിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ നമസ്കരിക്കുന്നത്, നോമ്പനുഷ്ഠിക്കുന്നത്, തറാവീഹ് നമസ്കരിക്കുന്നത്, സ്വതക്ക നിർവഹിക്കുന്നത്, സക്കാത്ത് നിർവഹിക്കുന്നത്? ലക്ഷ്യം സ്വർഗമാണ്. ഒരു ചരിത്രത്തിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട് ഹദീസിലൂടെ. ചരിത്ര പ്രസിദ്ധമായ മൂത്ത യുദ്ധം. ആ യുദ്ധത്തിന്റെ പ്രത്യേകത, 3 ആളുകളോടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പതാക വഹിക്കാൻ പറഞ്ഞത്. ഒന്ന് സെയ്ദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു. ഫഇൻ ഖുതില സെയ്ദ് ജഅഫർ ഇബ്നു അബീ ത്വാലിബ്, സെയ്ദ് മരണപ്പെട്ടാൽ ജഅഫർ പതാക വഹിക്കണം. ഫഇൻ ഖുതില ജഅഫർ അബ്ദുല്ലാഹ് ഇബ്നു റവാഹ, ജഅഫർ മരണപ്പെട്ടാൽ അബ്ദുല്ലാഹ് ഇബ്നു റവാഹ പതാക വഹിക്കണം, വീഴാൻ പാടില്ല. അങ്ങനെ സഹോദരങ്ങളെ, അബ്ദുല്ലാഹ് ഇബ്നു റവാഹ ആ യുദ്ധത്തിന് പോകുന്ന സമയത്ത് അങ്ങനെ ഇരുന്ന് കരയുകയാണ്. മാദാ യുബ്കീക്, താങ്കൾ എന്തിനാണ് കരയുന്നതെന്ന മറ്റു സഹാബത്തിന്റെ ചോദ്യത്തിന് അദ്ദേഹം മറുപടി കൊടുക്കുന്നുണ്ട്. അമാ അല്ലാഹുവാണേ സത്യം, മാലി ഹബ്ബുദ് ദുനിയാ വലാ സ്വഭാബത ബികും, ദുനിയാവിനോടുള്ള സ്നേഹം കൊണ്ടോ യുദ്ധത്തിൽ മരണപ്പെട്ടാൽ നിങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോകേണ്ടി വരുമോ എന്ന ദുഃഖം കൊണ്ടുമല്ല ഞാൻ കരഞ്ഞു പോകുന്നത്. വലാകിൻ സമിഅതു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉ ആയതൻ മിനൽ ഖുർആൻ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിൽ നിന്നൊരിക്കൊരായത്തോതി. ആ ആയത്തിന്റെ മനസ്സിലേക്ക് കടന്നു വന്നു, അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞത്. എന്നിട്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, അബ്ദുല്ലാഹി ഇബ്നു റവാഹ ആയത്തോതുകയാണ്. വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയാ, നാളെ നരകത്തിന്റെ വക്കിൽ വരാത്തവരായി ആരുമുണ്ടാവുകയില്ല. മനുഷ്യര് നരകം കാണുന്നതാണ്. ആ സമയത്ത് സുമ്മ നുനജ്ജിൽ ലദീന തഖൗ, സുമ്മ നുനജ്ജിൽ ലദീന തഖൗ, തഖ്വ പാലിച്ച ആളുകളെ മാത്രമേ അല്ലാഹു രക്ഷപ്പെടുത്തുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം ആ തഖ്വയായിരിക്കണം. ആ നരകം നമുക്ക് മുന്നിൽ കാണിക്കപ്പെടും. ആ നരകം നാളെ കൊണ്ടുവരപ്പെടുമ്പോൾ 70,000 കടിഞ്ഞാണുണ്ടാകും അത്ര നരകത്തിന്. ഓരോ കടിഞ്ഞാണിലും 70,000 മുതൽ മലക്കുകൾ പിടിച്ചുകൊണ്ട് ആ നരകത്തെ കൊണ്ടുവരിക. ദുനിയാവിലെ തീയിനേക്കാൾ 60 or 70 ഇരട്ടി കാഠിന്യമുണ്ട് ആ തീക്ക്. അതുപോലെ തന്നെ ഒരു മനുഷ്യന്റെ പല്ല് ഉഹദ് മലയുടെ അത്ര വലുപ്പമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ ഭയാനകത സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഒരു തൊലിയുടെ കട്ടി 3 ദിവസത്തെ ദൂരമാണ്. ഒരു ചുമൽ മുതൽ ഈ ചുമൽ വരെ 3 ദിവസം ഒരാൾ യാത്ര ചെയ്ത് എത്ര ദൂരം ഉണ്ടാവും? അത്ര ദൂരം ഉണ്ടെന്ന് പറഞ്ഞു. ഒരു കല്ല് നരകത്തിലേക്ക് ചെന്ന് ഭവിക്കാൻ 70 വർഷത്തെ വഴി ദൂരമെടുക്കും. ആ നരകത്തെ യുഅ്താ ബിജഹന്നമ യൗമൈദിൻ കൊണ്ടുവരപ്പെടുമെന്നാണ് പറഞ്ഞത്. ആ നരകം കാണാത്തവരായി മനുഷ്യരിൽ ആരും ഉണ്ടാവുകയില്ല. നമ്മൾ കാണിക്കും ആ നരകം. അവിടെ വെച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത് സുമ്മ നുനജ്ജിൽ ലദീന തഖൗ, സൂക്ഷ്മത പാലിക്കാൻ ആർക്കൊക്കെ സാധിച്ചിട്ടുണ്ടോ അവർ അവിടെ രക്ഷപ്പെടുന്നതാണ്. ഇനി ആ സൂക്ഷ്മതയുടെ ചില ഉദാഹരണങ്ങൾ പറയാം. നോക്കൂ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരാളിങ്ങനെ ആടിനെ മേച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആട്ടിൻപറ്റങ്ങളുണ്ട്. അപ്പോൾ ഒരാൾ ചോദിച്ചു, ഈ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒരാടിനെ എനിക്ക് തരുമോ? നിന്റെ
യജമാനൻ അറിയില്ലല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇതിൽ നിന്നൊന്ന് ഞാൻ തിന്നാൽ ആരും അറിയില്ല. പക്ഷേ എന്നെ സൃഷ്ടിച്ച, എനിക്ക് അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന, ഈ ലോകത്തെ സൃഷ്ടിച്ച, സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ച, രാവും പകലും മാറി മാറി വരുന്ന സംവിധാനത്തെ ഏർപ്പെടുത്തിയ, സർവകോടി ചരാചരങ്ങളെയും സൃഷ്ടിച്ച, അവരെ മരിപ്പിക്കുന്ന, നാളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന റബ്ബ്, ആ റബ്ബ് ഇത് കാണുന്നുണ്ട്. ഒരാടിനെയും ഞാൻ തരൂലെന്ന് അദ്ദേഹം പറയാം. നമ്മുടെ മുതലാളി അറിയാതെ നമ്മളൊരു കടയിൽ നിന്ന് 100 രൂപ എടുക്കുക, ചിലപ്പോൾ ആരും കണ്ടില്ല എന്ന് വരും. ബിസിനസ്സിൽ ഒരു 100 രൂപയുടെ 500 രൂപയുടെ ലക്ഷങ്ങളുടെ കോടികളുടെ തിരിമറി നടത്തി നമ്മുടെ പാർട്ട്നേഴ്സോ ബിസിനസ്സുമായി ബന്ധപ്പെട്ട മറ്റുള്ള ആളുകളോ ചിലപ്പോൾ ഒന്നും അറിയില്ലായിരിക്കും. ഇന്നല്ലാഹ യഅലം, നമ്മെ സൃഷ്ടിച്ച റബ്ബ് കാണുന്നുണ്ട് എന്ന വിശ്വാസമാണ് അവിടെ വേണ്ടത്. അവനാണ് ജീവിത വിശുദ്ധി കൈവരിച്ചവൻ. ഒരു യുദ്ധശേഷം ഒരു സ്വഹാബി ഇങ്ങനെ കരയാണ്. എന്തിനാണ് താങ്കൾ കരയുന്നതെന്ന ചോദ്യത്തിന് അദ്ദേഹം കൊടുത്ത മറുപടിയുണ്ട്. ഈ 3 ദിവസം നീണ്ടു നിൽക്കുന്ന യുദ്ധവേളയിൽ എനിക്കൊരു സുബ്ഹിയുടെ ജമാഅത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ശ്രദ്ധിക്കണം കേട്ടോ, നമസ്കാരമല്ല, ഒരു സുബ്ഹിയുടെ ജമാഅത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. റബ്ബിനോട് ഞാൻ അതിനെക്കുറിച്ച് എന്ത് മറുപടി പറയേണ്ടി വരും എന്നാലോചിച്ചുകൊണ്ട് കരഞ്ഞു പോയതാ എന്ന് ആ സ്വഹാബി മറുപടി കൊടുക്കുക. എല്ലാവരും സന്തോഷത്തിൽ ഗനീമത്ത് സ്വത്ത് ഇങ്ങനെ വാരിക്കൂട്ടുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ കരയാണ്. ആ തഖ്വ നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഓരോ ദിവസങ്ങളിലും ചിലപ്പോൾ യാത്രയിലാകും, അതുപോലെ തന്നെ നമ്മൾ കച്ചവടത്തിൻ്റെ തിരക്കിലാകും, വീട്ടിലാകും, ഉറങ്ങിപ്പോയതാകാം. ഒരു ളുഹ്ർ ജമാഅത്ത്, ഒരു അസ്ർ ജമാഅത്ത്, മഗ്രിബ്, ഇശാ, സുബ്ഹ് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ഞാനടക്കട്ടോ നമ്മൾ എത്ര പേര് കരഞ്ഞിട്ടുണ്ട്? നമ്മുടെ തഖ്വ എത്രയാണ്? റബ്ബ്, എനിക്കൊരു ജമാഅത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ, എനിക്കൊരു നമസ്കാരം നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ എന്നോർത്തുകൊണ്ട് വിഷമിച്ച എത്ര പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്? അതാണ് അവരുടെ തഖ്വ എന്ന് പറയുന്നത്. ഫർള് കൃത്യമായി പള്ളിയിൽ വന്നുകൊണ്ട് നമസ്കരിക്കണം. ആര്? പുരുഷന്മാർ. അവരുടെ നമസ്കാരത്തിന്റെ ഒരു ഭാഗം അവർ വീട്ടിലേക്ക് മാറ്റിവെക്കട്ടെ എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അത് സുന്നത്തിനെ കുറിച്ച് പറഞ്ഞതാ. സുന്നത്ത് വീട്ടിൽ വെച്ചും ഫർള് നമ്മൾ പള്ളിയിൽ വെച്ച് നമസ്കരിക്കുക. അതിന് ഗൗരവം എത്രയെന്നറിയോ? അവരുടെ വീട്ടിൽ സ്ത്രീകളും കുട്ടികളും ഇല്ലായിരുന്നുവെങ്കിൽ വീട് അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ചുട്ടുകരിക്കുമായിരുന്നു. അത്രയും ഗൗരവത്തോടു കൂടി പറഞ്ഞ വിഷയമാണ്. ഇന്ന അവ്വല മാ യുഹാസബു ബിൽ അബ്ദി യൗമൽ ഖിയാമ മിൻ അമലിഹി അസ്സലാത്ത്. എത്ര അമൽ ചെയ്താലും എത്ര കർമ്മങ്ങൾ ചെയ്താലും അതിൽ ആദ്യമായി റബ്ബ് വിചാരണ ചെയ്യുന്നത് നമസ്കാരത്തെ കുറിച്ചായിരിക്കും. ഫൈൻ സലുഹ, ആര് നന്നാക്കിയോ അവൻ വിജയിക്കും, ആര് പരാജയപ്പെടുത്തിയോ അവന് നാളെ നഷ്ടമായിരിക്കും. അപ്പൊ ആ സ്വഹാബിയുടെ തഖ്വ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ. അതുപോലെ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങി സഞ്ചരിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. നമുക്കറിയാം ചരിത്രം. ഒരു വീട്ടിൽ നിന്നൊരു ഉമ്മ മകളോട് പറയുന്നുണ്ട് പാലിൽ വെള്ളം ചേർക്കാൻ. ആ മോളെന്താ പറയുന്നത്? ഉമർ കാണുന്നില്ല എങ്കിലും നമ്മെ സൃഷ്ടിച്ച റബ്ബ് കാണുന്നുണ്ട് ഉമ്മ, ഞാൻ പാലിൽ വെള്ളം ചേർക്കുകയില്ല. ഈ പൊന്നുമോളുടെ തഖ്വ കണ്ട് ഇബ്നു ഉമർ, ഉമറിന്റെ മകൻ അബ്ദുള്ളക്ക് വേണ്ടി ആ മകളെ കല്യാണം ആലോചിച്ചു എന്നാ പറഞ്ഞത്. ഉമർ ആരാ? ഖലീഫയാ, സമ്പന്നനാ. ഒരു ഖലീഫ എന്ന് പറയുമ്പോൾ എത്ര സ്ഥാനം ഉണ്ടാവും? സമ്പത്തുള്ള ഉമറാ. തൻ്റെ മകനെ കൊണ്ട് ആ മകൾ വിവാഹം ആലോചിച്ചു. എന്നൊരു കല്യാണം നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ നമുക്ക് പണമുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാറ്റസിനടിയിലുള്ള, നമ്മുടെ കാറ്റഗറിക്ക് അടിയിലുള്ള ഒരു സ്ത്രീയെ പലപ്പോഴും പലരും വിവാഹം കഴിക്കാറില്ല. അത് താഴ്ന്ന കുടുംബമാണ്, അവർക്ക് സമ്പത്തില്ല, തറവാടിത്തമില്ല. തഖ്വയുടെ വിഷയത്തിൽ അത് മാനദണ്ഡമല്ല സഹോദരങ്ങളെ. അതുപോലെ തന്നെ ഒരു രാജാവിന് സുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു. ഒരുപാട് പേര് പെണ്ണ് കാണാൻ വരുന്നുണ്ട്, വിവാഹാലോചന നടക്കുന്നുണ്ട്, ശരിയാകുന്നില്ല. അങ്ങനെ ഒരിക്കൽ ഒരു അതിഥി ആ വീട്ടിലേക്ക് വന്നു പെണ്ണ് കാണാൻ വേണ്ടിയിട്ട്. ആ രാജാവ് പറഞ്ഞു, തൊഴിലാളിയോട് നീ തോട്ടത്തിൽ നിന്ന് മുന്തിരി കൊണ്ടുവരണം.
അങ്ങനെ മുന്തിരി കൊണ്ടുവന്നു. അവരത് കഴിച്ചു. പോയതിനു ശേഷം രാജാവ് തൊഴിലാളിയോട് പറയുന്നുണ്ട്, നീ എന്ത് മുന്തിരിയാ കൊണ്ടുവന്നിട്ടുള്ളത്? ഭയങ്കര പുളിപ്പായിരുന്നു അത്. ഇതെങ്ങനെ ഞാനൊരു ഗസ്റ്റിന് വെച്ച് കൊടുക്കുക? അത് ശ്രദ്ധിച്ച് ഒന്ന് നോക്കി രുചിച്ചു നോക്കി പാകമായത് പറിച്ചെടുക്കണ്ടേ എന്ന് പറഞ്ഞ് തൊഴിലാളിയെ ശകാരിച്ചു. അപ്പൊ തൊഴിലാളി പറഞ്ഞത് എന്താണെന്നറിയോ? ഇത്രയും കാലം ഞാൻ താങ്കളുടെ കൂടെ ജോലി ചെയ്തിട്ട് താങ്കളുടെ അനുവാദമില്ലാതെ ഒരു മുന്തിരി പോലും ഭക്ഷിച്ചിട്ടില്ല. ഭക്ഷിച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പർക്ക് അറിയാം നല്ലത് ഏതാണ് പുളിപ്പുള്ളത് ഏതാണെന്നുള്ളത്. ആ തഖ്വ കണ്ട് ഈ രാജാവ്, പണക്കാരനായ രാജാവ്, സുന്ദരിയായ മകളെ ഇദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുക്കുക. അവിടെ സ്വത്തും തറവാടത്തൊക്കെ നോക്കിയോ? കാറ്റഗറി നോക്കിയോ? അവിടെ നോക്കിയത് സൂക്ഷ്മതയാണ്, അവിടെ നോക്കിയത് തഖ്വയാണ് സഹോദരങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്. ഓരോ ഖുതുബയുടെയും ഓരോ പ്രഭാഷണത്തിൻ്റെയും ആദ്യം നമ്മൾ കേൾക്കുന്ന ആയത്താണ്, അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. ഹഖ്ഖ തുഖാതിഹി, സൂക്ഷിക്കേണ്ട മുറപ്രകാരം നിങ്ങൾ സൂക്ഷിക്കണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ മരണപ്പെടരുത്. അതുപോലെ തന്നെ യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും, സത്യവിശ്വാസികൾ മാത്രമല്ല ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും അല്ലാഹു വിളിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾ റബ്ബിനെ സൂക്ഷിക്കണേ. അല്ലാഹുവിനെ നിങ്ങൾക്ക് സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് വിജയമുണ്ട്. സുബ്ഹി നമസ്കാര ശേഷം ദിക്റും ദുആവും ഇല്ലാതെ എണീറ്റ് പോകുന്ന ഒരു സഹാബിയോട് ചോദിച്ചു, എന്തിനാ നീ എണീറ്റ് പോകുന്നത്? ചൊല്ലിപ്പറഞ്ഞ് ദുആ ചെയ്തു പോയിക്കൂടെ? അപ്പോ അദ്ദേഹം മറുപടി കൊടുക്കുന്നുണ്ട്, എൻ്റെ അയൽവാസിക്ക് ഒരു ഈത്തപ്പന മരമുണ്ട്, അതിൽ നിന്ന് ഈത്തപ്പഴം എൻ്റെ തൊടിയിലേക്ക് വീഴാറുണ്ട്. ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ അവരതെടുത്ത് ഭക്ഷിക്കും. നേരത്തെ ചെല്ലുന്നത് അദ്ദേഹത്തിൻ്റെ തൊടിയിലേക്ക് തന്നെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ആ തഖ്വ നിങ്ങൾ നോക്കൂ. ഗുഹയിൽ കുടുങ്ങിയ 3 ആളുകളെ സംഭവം നമുക്കറിയാം. വിചാരത്തിന്റെ അങ്ങേ അറ്റത്തെത്തിയ സമയത്ത് ആ പെണ്ണ് പറഞ്ഞു, ഇത്തഖില്ലാഹ, മനുഷ്യ അല്ലാഹുവിനെ സൂക്ഷിക്ക്. ആ തിന്മയിൽ നിന്ന് അദ്ദേഹം മാറി നിന്നു. അള്ളാഹുവിനെ പേടിച്ച് അദ്ദേഹം തിരിച്ചോടി. ആ തഖ്വ നമുക്ക് കൈവരിക്കാൻ സാധ്യമായിട്ടുണ്ടോ? ഈ റമദാനിലെ നോമ്പിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യമായിക്കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ആ തഖ്വയെയാണ് പരിചയപ്പെടുത്തുന്നത്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കാൻ വേണ്ടിയിട്ട്. ഇനി വിശുദ്ധ ഖുർആനിലെ ചില ആയാത്തുകൾ ഓർമ്മപ്പെടുത്തുകയാണ്. എന്തിനു വേണ്ടിയെന്നറിയോ? ഇനി പിശാച് നമ്മുടെ ജീവിതത്തെ കാർന്നു തിന്നുകയാണെങ്കിൽ, എല്ലാവിധ തിന്മയിലേക്ക് നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ, റമദാനിന് ശേഷമുള്ള ജീവിതത്തിൽ നമുക്ക് ജീവിത ശുദ്ധി കൈവരിക്കാൻ ചില ആയത്തുകൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിലൊന്നെന്താണെന്നറിയോ? ഇന്നല്ലാഹ യഅലമു വഅൻതും ലാ തഅലമൂൻ. മനുഷ്യരെ, നിങ്ങളൊന്നും അറിയുന്നില്ല എങ്കിലും നിങ്ങളെ സൃഷ്ടിച്ച റബ്ബ് എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്ത് പ്രവർത്തിക്കുന്നതും റബ്ബ് കാണുന്നുണ്ട്, റബ്ബ് അറിയുന്നുണ്ട്. ഈ ആയത്ത് നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് തിന്മ ചെയ്യാൻ തോന്നൂല. കാരണം എന്താ? ഒരാൾ കള്ളു കുടിക്കാൻ നിൽക്കുക, ഒരാൾ വ്യഭിചരിക്കാൻ നിൽക്കുകയാണ്, ഒരാൾ ലഹരി ഉപയോഗിക്കാൻ നിൽക്കുകയാണ്. അതാണ് തൊടുന്ന സമയത്ത് ഇന്നല്ലാഹ യഅലം, അള്ളാഹ് കാണുന്നുണ്ട് എന്ന ആയത്ത് ഓടി വന്നു കഴിഞ്ഞാൽ ഒരിക്കലും തിന്മ അദ്ദേഹം ചെയ്യൂല. അതുപോലെ തന്നെ മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. റഖീബ്, അതീദ് എന്ന് പറയുന്ന മലക്കുകൾ രേഖപ്പെടുത്താത്ത ഒരു പ്രവർത്തനവും മനുഷ്യർ ചെയ്യുന്നില്ല. എല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. അത് വിചാരിച്ചാൽ മതി. ഞാനൊരു നന്മ ചെയ്യുകയാണെങ്കിൽ അത് എഴുതി വെക്കുന്നുണ്ട്, ഒരു തിന്മ ചെയ്യുകയാണെങ്കിൽ അതും എഴുതി വെക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹം തിന്മ ചെയ്യൂല. അതുപോലെ തന്നെ യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ. കണ്ണിൻ്റെ കട്ടുനോട്ടവും ഹൃദയത്തിൽ മറച്ചു വെക്കുന്നതെല്ലാം റബ്ബ് അറിയുന്നുണ്ട് ജനങ്ങളെ. മാത്രമല്ല ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ,
അള്ളാഹു എല്ലാം നിരീക്ഷിക്കുന്നുണ്ട്, അള്ളാഹു റഖീബാണ് എന്ന ആയത്ത് നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. എങ്കിൽ ഒരാളും തിന്മയിലേക്ക് പോകൂല. ഈ റമദാന് നമുക്കുള്ള അവസരമാണ് സഹോദരങ്ങളെ. നമ്മുടെ ജീവിത വിശുദ്ധി കൈവരിക്കാൻ ഉതകുന്ന ഒരു മാസമാണ് വിശുദ്ധ റമദാൻ എന്ന് പറയുന്നത്. നോക്കൂ, റമദാൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? റമളി എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് റമദാൻ എന്ന് പറഞ്ഞ പദം കടന്നു വന്നിട്ടുള്ളത്. കരിച്ചു കളയുന്നത്, മനുഷ്യന്റെ പാപങ്ങളെ കരിച്ചു കളയുന്ന മാസമാണ്. മനുഷ്യർ തിന്മ ചെയ്തിട്ടുണ്ടാകും. കുല്ലു ബനി ആദമ ഖത്താഊൻ വഖൈറുൽ ഖത്താഈന അത്തൗവാബൂൻ. എന്നാൽ ആ തിന്മ ചെയ്യുന്നവരിൽ ഏറ്റവും നല്ല ആളുകൾ പശ്ചാത്തപിച്ചു മടങ്ങുന്നവരാണ്. വെറുതെ പശ്ചാത്തപിച്ചു മടങ്ങില്ല. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരു ഖേദപ്പാട് വന്ന് റബ്ബിനോട് കരഞ്ഞ് ഇസ്തിഗ്ഫാർ ചെയ്ത് തൗബ ചെയ്ത് മടങ്ങേണ്ട ഒരു സമയമാണ് റമദാൻ എന്ന് പറയുന്നത്. നമ്മൾ ഖുത്ബയിലൊക്കെ കേട്ട് പരിചയമുള്ള ഹദീസാണ്. 3 തവണ പ്രവാചകൻ ആമീൻ 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 എന്ന് പറഞ്ഞത് വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ട ഒരു ഹദീസാണ്. റമദാൻ കടന്നു വന്നിട്ട് താൻ ചെയ്ത പാപങ്ങൾ റബ്ബിനോട് ഏറ്റുപറയാതെ ഒരാൾ കടന്നുപോയാൽ അദ്ദേഹത്തിന് നരകം കിട്ടട്ടെ, അദ്ദേഹത്തിന് നാശമുണ്ടാകട്ടെ എന്ന് മലക്ക് പ്രാർത്ഥിച്ചപ്പോ ആമീൻ എന്ന് റസൂല് പറഞ്ഞതാ. നമ്മൾ എത്ര തിന്മ ചെയ്തിട്ടുണ്ടാകും. ആ തിന്മ റബ്ബിനോട് നമുക്ക് ഏറ്റുപറയാനുള്ളൊരു മാസമാണ് വിശുദ്ധമായ റമദാൻ മാസം എന്ന് പറയുന്നത്. അതിലൂടെ നമുക്ക് ജീവിത വിശുദ്ധി കൈവരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഓരോ ഇബാദത്തുകളിലും നമ്മൾ സജീവമാകേണ്ട സമയമാണ്. ഇനി റമദാനിൽ അവസാനത്തെ 10 ദിനങ്ങൾ, പുണ്യമാർന്ന 10 ദിവസങ്ങൾ കടന്നു വരികയാണ്. നമ്മുടെ വിശുദ്ധ ഖുർആൻ പാരായണം ഇവിടെ എത്തി. എത്ര ആയാത്തുകൾ, എത്ര സൂറത്തുകൾ, അതുപോലെ തന്നെ എത്ര ജുസുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു അറബി പ്രഭാഷകൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ അവസാനമായി നിങ്ങളുടെ ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം, അതല്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചത് എപ്പോഴാണ് അവസാനമായിട്ട്? അപ്പോൾ ആ സദസ്സിലുള്ള ഓരോരുത്തരും മറുപടി പറഞ്ഞു, എന്ത് 5 മിനിറ്റ് മുന്നേ, അതല്ലെങ്കിൽ ഒരു ദിവസം മുന്നേ, ഇന്നലെ രാത്രി, അരമണിക്കൂർ മുന്നേ ഒക്കെ എല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ടാകും. അങ്ങനെയാണ് ഇപ്പോഴത്തെ കാലം എന്ന് പറയുന്നത്. എന്നാൽ അവസാനമായി നിങ്ങൾ ഖുർആൻ എപ്പോഴാണ് നിങ്ങൾ കണ്ടത്? എപ്പോഴാണത് സ്പർശിച്ചത്? എപ്പോഴാണ് അതിൽ നിന്നൊരു പേജ് നിങ്ങൾ പാരായണം ചെയ്തത് എന്ന ചോദ്യത്തിന് ആരും ഉണ്ടില്ല. മറുപടി ഉണ്ട്. എങ്ങനെ? ഇന്നലെ ഓതിയവരുണ്ട്, കഴിഞ്ഞ ആഴ്ച ഓതിയവരുണ്ട്, കഴിഞ്ഞ മാസം ഓതിയവരുണ്ട്, കഴിഞ്ഞ റമദാനിൽ ഓതിയ ആളുകളുണ്ട്. നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന പോലത്തെ മറുപടി നമുക്ക് ഖുർആനിൻ്റെ വിഷയത്തിൽ പറയാൻ പറ്റുമോ? ഞാൻ ഇന്ന് ഒരു പേജ് ഖുർആൻ ഓതിയിട്ടുണ്ട് എന്ന് എത്ര ആളുകൾക്ക് പറയാൻ പറ്റും? എത്ര പ്രതിഫലമാണ് റബ്ബ് നമുക്ക് നൽകുന്നത്? മൻ ഖറഅ ഹർഫൻ ഫലഹു ഹസന വലാ ശർതു ബിഅശ്രി അംസാലിഹാ. 10 പ്രതിഫലമുണ്ട് ഒരു ഹർഫ് ഓതിക്കഴിഞ്ഞാൽ. അലിഫ് ലാം മീൻ ഒരു ഹർഫല്ല. ലാ അഖൂലു അലിഫ് ലാം മീൻ ഹർഫ് വലാകിൻ അലിഫുൻ ഹർഫ് വലാമുൻ ഹർഫ് വമീമുൻ ഹർഫ്. ഒക്കെ 3 ഹർഫുകളാണ്. 30 പ്രതിഫലം അലിഫ് ലാം മീൻ എന്ന് ഒരാൾ പറഞ്ഞാൽ കിട്ടും. ഒരു ഫാത്തിഹയിൽ എത്ര ഹർഫുകളുണ്ട്? അതുപോലെ തന്നെ ഒരു സൂറത്ത് പാരായണം ചെയ്യുമ്പോൾ എത്ര ഹർഫുകളുണ്ട്? എത്ര പ്രതിഫലമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത് സഹോദരങ്ങളെ. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ജീവിതം വളരെ തുച്ഛമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്നോ നാളെയോ നമ്മുടെ മരണം സംഭവിക്കാം. അള്ളാഹു നമുക്ക് എത്ര ആയുസ്സാണോ നൽകിയത്, ആ ആയുസ് റബ്ബിൻ്റെ മാർഗത്തിൽ വിനിയോഗിച്ചാൽ മാത്രമേ മരണം മുതലുള്ള ജീവിതത്തിൽ നമുക്ക് രക്ഷ ലഭിക്കാൻ സാധ്യമാകുകയുള്ളൂ. ഇന്നൊരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് നമ്മൾ സന്ദർശിക്കാൻ വേണ്ടി പോകും, പ്രാർത്ഥിക്കാൻ വേണ്ടി പോകും. ആ സമയത്ത് നമ്മൾ വിചാരിച്ചിട്ടുണ്ടോ എൻ്റെ മരണം സംഭവിക്കും, നാളെ എന്നെയും എൻ്റെ വീട്ടിലേക്ക് കാണാൻ ഇതുപോലെ ആളുകൾ കടന്നു വരുന്ന ദിവസത്തെക്കുറിച്ച്? ആ മയ്യിത്ത് കുളിപ്പിച്ച് മയ്യിത്ത് കട്ടിലിലേറ്റി പള്ളിയിലേക്ക് ചുമന്നു കൊണ്ടുപോകുമ്പോൾ നമ്മൾ ആ മയ്യിത്ത് കട്ടിലിൻ്റെ പുറകിൽ നിന്ന് മൗനമായി നടന്നു പോകും പള്ളിയിലേക്ക് മയ്യിത്തിനെ കൊണ്ട്. ആ സമയത്ത് വിചാരിച്ചിട്ടുണ്ടോ എന്നെയും നാളെ ആളുകൾ ഏറ്റിപ്പോകുന്ന ദിവസത്തെക്കുറിച്ച്?
പള്ളിയിലേക്ക് കൊണ്ടുവരും, മുന്നത്തെ സൊഫിൽ മയ്യത്തിനെ കിടത്തും. അതിൻ്റെ പിറകിൽ നമ്മൾ ഇന്ന് നമസ്കരിക്കാൻ നിൽക്കും. ആ സമയത്ത് നമ്മൾ ആരെങ്കിലും മുന്നിലേക്ക് നോക്കി വിചാരിച്ചിട്ടുണ്ടോ നാളെ എന്നെയും കൊണ്ട് ആളുകൾ കൊണ്ടുവരുന്ന സ്ഥലമാണ്, ഞാൻ നമസ്കരിക്കുന്ന പോലെ എനിക്കും നാളെ ആളുകൾ മയ്യിത്ത് നമസ്കാരം നമസ്കരിക്കുന്ന ദിവസത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ? നമസ്കാരം കഴിഞ്ഞ് മയ്യിത്തെടുത്ത് കൊണ്ടുപോയി മറവ് ചെയ്ത് തസ്ബീഹ് ചൊല്ലി ആളുകൾ പിരിഞ്ഞു പോകുമ്പോൾ പിന്നെ അങ്ങോട്ട് ഒറ്റക്കായിരിക്കും. ആ ഒരു ദിവസത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അഹ്ലുഹു വമാലുഹു, അവൻ്റെ കുടുംബവും അവൻ്റെ സമ്പത്തും അവനിൽ നിന്ന് മടങ്ങിപ്പോകും. എത്ര ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആസ്തി ഉണ്ടെങ്കിലും സമ്പത്തുണ്ടെങ്കിലും മക്കളുണ്ടെങ്കിലും അധികാരമുണ്ടെങ്കിലും എല്ലാം അവശേഷിച്ച് അവൻ ഒറ്റക്കാകുന്ന ദിവസമാണ്. ഒന്നേ ഒന്ന് മാത്രമേ ബാക്കിയാവുകയുള്ളൂ. അത് നമ്മുടെ അമലു സ്വാലിഹാത്ത് മാത്രമാണ്, നമ്മുടെ കർമ്മങ്ങൾ മാത്രമാണ്. അള്ളാഹു നമുക്ക് നൽകിയ ആയുസ്സിൽ നമ്മൾ എന്താണോ ചെയ്തത് അത് മാത്രം ഉപകാരപ്പെടുന്ന ഒരു വേളയായിരിക്കും നമ്മുടെ ഖബറിൽ വെച്ചത് മുതലുള്ള ജീവിതം എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവിടെ തഖ്വ പാലിച്ച ആളുകൾക്ക് വിജയമുണ്ട്, ജീവിത വിശുദ്ധി കൈവരിച്ച ആളുകൾക്ക് വിജയമുണ്ട്. നോക്കൂ, സമയമെന്ന് പറയുന്ന അനുഗ്രഹമുണ്ടല്ലോ. ജീവിതത്തിൽ നമുക്ക് എന്ത് നഷ്ടപ്പെട്ടാൽ, അധികാരം, അതുപോലെ തന്നെ തോറ്റുപോയ കളികളാകട്ടെ പരീക്ഷകളാകട്ടെ ഒക്കെ നമുക്ക് വീണ്ടെടുക്കാം, അധികാരമൊക്കെ വീണ്ടെടുക്കാം. പക്ഷേ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഒരു സെക്കൻഡ് ആകട്ടെ, ഒരു മിനിറ്റ് ആകട്ടെ, മണിക്കൂറാകട്ടെ, ദിവസമാകട്ടെ, ആഴ്ചയാകട്ടെ, മാസമാകട്ടെ, വർഷമാകട്ടെ, ഒന്നും തിരിച്ചെടുക്കാൻ സാധ്യമല്ല. ഇങ്ങോട്ട് തിരിച്ചെടുക്കാൻ സാധ്യമാകാത്ത ഒരു അനുഗ്രഹമുണ്ടെങ്കിൽ അത് നമ്മുടെ സമയമായിരിക്കും. ഇന്ന് നമ്മൾ ളുഹർ നമസ്കാരത്തിന് പള്ളിയിലേക്ക് എത്തി. ആ ളുഹർ നമസ്കരിച്ച സമയം മുതൽ ഇതുവരെയുള്ള സമയം നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ? ഞാൻ ഈ തിരിച്ചെടുക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ സെക്കൻഡുകൾക്ക് മുന്നുള്ള ഈ ഒരു ഘട്ടം നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ല. മഹാനായ ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, മാ മിൻ യൗമിൻ യൻഷുഖു ഫജ്റുഹു ഇല്ലാ വയുനാദി. ഓരോ പ്രഭാതവും പൊട്ടിവിടരുമ്പോൾ ആ പ്രഭാതം മനുഷ്യനോട് പറയുന്ന ചില വർത്തമാനങ്ങളുണ്ട്. യബ്ന ആദം, ആദം സന്തതിയെ, അന യൗമുൻ ജദീദ്, ഞാനൊരു പുതിയ ദിവസമാണല്ലോ. വഅലാ അമലുക ഷഹീദ്, ഇന്ന് നീ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഞാൻ സാക്ഷിയാണ്. അതുകൊണ്ട് ഫതസവ്വദ് മിന്നി, സമയമാകുന്ന എന്നെ റബ്ബിന്റെ മാർഗ്ഗത്തിൽ നീ വിനിയോഗിക്കണേ, ഉപയോഗപ്പെടുത്തണേ. എന്നിട്ട് ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് അവസാനമായി പറയുന്നുണ്ട്, ഫഇന്നി ഇദാ മളൈതു ലാ അഊദു ഇലാ യൗമിൽ ഖിയാമ, സമയമാകുന്ന ഞാൻ നിന്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അന്ത്യനാൾ വരെ ഞാൻ ഒരിക്കലും മടങ്ങി വരില്ല. സമയം എന്ന് പറയുന്ന അനുഗ്രഹം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരിക്കലും അത് മടങ്ങി വരില്ല എന്ന് ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് സൂചിപ്പിക്കാം. രണ്ടായത്ത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ഉപകാരപ്പെടുന്ന, നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന രണ്ടായത്തുകളാണ്. അതായത് ഇന്നൊരാൾക്ക് അല്ലാഹു 60 വയസ്സ് വരെ 70 വയസ്സ് വരെ അഅ്മാർ ഉമ്മത്തി മാ ബൈന 60 വ 70 പറഞ്ഞത്. എൻ്റെ ഉമ്മത്തിലെ ആളുകളുടെ പ്രായം 60-നും 70-നും ഇടക്കാണ്. താഴെ ആളുകൾ മരണപ്പെടുന്നവരുണ്ട്, മുകളിലേക്ക് പോകുന്നവരുണ്ട്. ഈ ആയുസ് റബ്ബിന്റെ മാർഗത്തിൽ ഒരാൾ വിനിയോഗിച്ചാൽ അവൻ രക്ഷപ്പെട്ടു, നമുക്കറിയാം. വിനിയോഗിക്കാത്ത ഒരാൾ മരണപ്പെടുന്ന സമയം മുതൽ 2 ഘട്ടത്തിൽ അവൻ വിലപിക്കുന്ന പറഞ്ഞത്. ഇന്ന് ഈ ഒരു ക്ലാസ് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയില്ല എങ്കിൽ, നമ്മൾ മരണപ്പെടുകയാണെങ്കിൽ 2 ഘട്ടത്തിൽ നമ്മൾ വിലപിക്കുമെന്ന. ഒന്നാം മരണത്തിൻ്റെ ഘട്ടം, റബ്ബ് തന്ന ആയുസ് റബ്ബിന്റെ മാർഗത്തിൽ ഉപയോഗിക്കാത്തവർ കിട്ടോ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ആയത്തിലൂടെ പറയുന്നുണ്ട്. ഹത്താ ഇദാ ജാഅ അഹദുഹുൽ മൗത്ത്, ഒരാൾക്ക് മരണമാസന്നമാകുന്ന സമയത്ത്
നമുക്കറിയാം, വലയുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ, ഒരിക്കലും അല്ലാഹു പിന്തിപ്പിച്ചു കൊടുക്കുകയില്ല. മരണം സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഏത് കോട്ടകൾക്കുള്ളിൽ പോയി ഒളിച്ചിരുന്നാലും മരണം അവരെ പിടികൂടുന്നതാണ്. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന ഫഇന്നഹു മുലാഖീകും, ഏതൊരു മരണത്തിൽ നിന്നാണോ നിങ്ങൾ ഓടി അകലുന്നത്, ആ മരണം നിങ്ങളെ കണ്ടുമുട്ടുന്നതാണ്. അങ്ങനെ സഹോദരങ്ങളെ, ഹത്താ ഇദാ ജാ അഹദുഹുൽ മൗത്ത്, ഓരോ ആളുകളിലേക്കും ആ മരണം കടന്നു വരുന്ന സമയത്ത് അവര് പറയും, ഖാല റബ്ബിർജിഊൻ, ദുനിയാവിലേക്കൊന്ന് മടക്കി തരുമോ റബ്ബേ. ജീവിതത്തിൽ തഖ്വ പാലിക്കാത്ത, ഹറാമുകൾ മാത്രം, തിന്മകൾ മാത്രം ചെയ്ത് ജീവിച്ച, അള്ളാഹു അനുഗ്രഹമായി തന്ന ആയുസ് റബ്ബിന്റെ മാർഗത്തിൽ വിനിയോഗിക്കാത്ത ആളുകളുണ്ടല്ലോ, ആ ആളുകൾ പറയും, ഖാല റബ്ബിർജിഊൻ, റബ്ബേ ഒന്ന് മടക്കി തരുമോ റബ്ബേ. മാത്രമല്ല, ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു, ഞാൻ വീഴ്ച വരുത്തിയ കാര്യങ്ങളിലെല്ലാം റബ്ബേ ഞാൻ ശ്രദ്ധിച്ചുകൊള്ളാം. എനിക്കൊരുപാട് റമദാനുകൾ കിട്ടിയിട്ടുണ്ട്, ഞാൻ ഇസ്തിഗ്ഫാർ തേടിയിട്ടില്ല, തൗബ ചെയ്ത് മടങ്ങിയിട്ടില്ല, കൃത്യമായി നോമ്പനുഷ്ഠിച്ചിട്ടില്ല, ഖുർആൻ പാരായണം ചെയ്തിട്ടില്ല, സ്വദഖ നിർവഹിച്ചിട്ടില്ല, സകാത്ത് നിർവഹിച്ചിട്ടില്ല, ഇബാദത്തുകളിൽ സജീവമായി എന്നെ കൊണ്ട് പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല റബ്ബേ. ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു, കൃത്യമായി ഞാൻ ഹയ്യ അലസ്സലാത്ത്, നമസ്കാരത്തിലേക്ക് വരുവിൻ, ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരുവിൻ എന്ന് പള്ളി മിനാരങ്ങളിൽ നിന്ന് കേൾക്കുമ്പോ, അസ്സലാത്തു ഖൈറും മിനൻ നൗം, നമസ്കാരം അത് ഉറക്കത്തേക്കാൾ ഉത്തമമാണെന്ന് പള്ളി മിനാരങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ ഉറങ്ങിക്കിടക്കുന്നവനായിരുന്നു ഞാൻ. ഇനി കൃത്യമായി റബ്ബെ ഞാൻ ചെയ്തു കൊള്ളാമെന്ന് റബ്ബിനോട് വിലപിക്കുകയാണ്. അതായത് മരണപ്പെടുന്ന സമയത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല എന്നെങ്കിൽ, ആയുസ് റബ്ബിന്റെ മാർഗത്തിൽ വിനിയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വിലപിക്കുന്ന പറഞ്ഞത്. ഈ വർത്തമാനങ്ങളൊക്കെ നമ്മൾ പറയും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, കല്ല, വേണ്ട കേട്ടോ, ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, മനുഷ്യന് ഒരു പ്രത്യേകത ഉണ്ട്, ഞാൻ ചെയ്യും, ഞാൻ ചെയ്യട്ടോ, ഒരു വെറും വർത്താനം പറയുന്നത് മനുഷ്യന്റെ സ്വഭാവമാണ്. കല്ല, വേണ്ട, ആ മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബിന് മനുഷ്യന്റെ സ്വഭാവം കൃത്യമായി അറിയുന്നത് കൊണ്ട് തന്നെ പറയുന്നത്, ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അത് വെറും വാക്ക് പറയാണ്, മടക്കി തരൂല. അതാണ് മനുഷ്യന്റെ ആദ്യ വിലാപം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ വിലാപത്തെ കുറിച്ച് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞ നരകമുണ്ടല്ലോ, ആ നരകത്തിൽ വഹും യസ്തരിഊന ഫീഹാ, വെന്തെരിയുന്ന സമയത്ത്, ശിക്ഷകൾ അനുഭവിക്കുന്ന സമയത്ത് ഒരിക്കലും ആ മനുഷ്യനെ കൊണ്ട് തടുക്കാൻ സാധ്യമാകുന്നില്ല. ആ ഘട്ടത്തിൽ അല്ലാഹുവിനോട് അവർ പറയും, റബ്ബനാ അഖ്രിജ്നാ നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ, റബ്ബേ ഈ നരകത്തിൽ നിന്ന് ഞങ്ങളെ ഒന്ന് പുറത്തു കൊണ്ടുവരണേ. നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ, ഇതുവരെ ചെയ്യാത്ത രൂപത്തിൽ ഞങ്ങൾ അമൽ ചെയ്തു കൊള്ളാം റബ്ബേ, ആയുസ് നിന്റെ മാർഗത്തിൽ വിനിയോഗിച്ചു കൊള്ളാം റബ്ബേ. ഇവിടുന്ന് മാത്രമല്ല വിലാപം, നരകശിക്ഷ അനുഭവിക്കുമ്പോഴും ഈ കൂട്ടര് വിലപിക്കുന്ന പറഞ്ഞത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെയും മറുപടി കൊടുക്കുന്നുണ്ട്. അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ, അവിടെ അല്ലാഹു പറയുന്നത് അതാ, ആയുസ് തന്നീലേ. അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ, ആയുസ് നിനക്ക് തന്നല്ലോ, എന്തുകൊണ്ട് റബ്ബിന്റെ മാർഗത്തിൽ, എന്റെ മാർഗത്തിൽ നീ വിനിയോഗിച്ചില്ല? വജാഅകുമുൻ നദീർ, ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു നൽകാൻ പ്രവാചകന്മാരെ നിയോഗിച്ചില്ലേ, ദൂതന്മാരെ ഞാൻ പറഞ്ഞയച്ചില്ലേ, വിശുദ്ധ ഖുർആൻ തിരുസുന്നത്ത് പ്രമാണമായി നിങ്ങൾക്ക് നൽകിയില്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾ സത്യം മനസ്സിലാക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് ആയുസിന്റെ മാർഗത്തിൽ വിനിയോഗിക്കാതിരുന്നത്? അവിടെ വെച്ച് പറയും, ഫദൂഖു ഫമാ ലിദ്ദാലിമീന മിൻ നസീർ, നിങ്ങൾ ശിക്ഷ ആസ്വദിക്കുക,
അക്രമകാരികൾക്ക് ഒരു സഹായിയും ഇവിടെ ഇല്ല എന്ന് റബ്ബ് മുഖത്ത് നോക്കി കൃത്യമായി പറയുന്ന ഒരു ദിവസം നമുക്ക് വരാനുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിശുദ്ധ റമദാൻ നമ്മുടെ ജീവിതത്തിൽ അവസാന റമദാനായിട്ട് നമ്മൾ പരിഗണിക്കാം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമസ്കാരത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞില്ലേ, സ്വലാത്തിൻ മുവദ്ദഅന്, നിങ്ങളൊരു നമസ്കാരം നമസ്കരിക്കുമ്പോൾ നിങ്ങളുടെ അവസാന നമസ്കാരമായിട്ട് നിങ്ങൾ നമസ്കരിക്കുക എന്നുള്ളത്. അവസാന നമസ്കാരമാകുമ്പോൾ നമ്മൾ ഭയങ്കര ഭയഭക്തിയായിരിക്കും. ഈ നമസ്കാരത്തിന് ശേഷം നമ്മുടെ മരണമുണ്ട് എന്നറിഞ്ഞാൽ ആ നമസ്കാരം എങ്ങനെയായിരിക്കും നമ്മൾ നമസ്കരിക്കുക? വളരെ ഭയഭക്തിയോട് കൂടിയിട്ട് ഒരുപാട് നേരം, ദീർഘനേരം നമസ്കരിക്കും, പ്രാർത്ഥിക്കും, സുജൂദുകളിൽ, റുകൂകളിലൊക്കെ. ആ മുവദ്ദഅ വിടവാങ്ങുന്നവനെ പോലെ നീ നമസ്കരിക്കണം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അവസാന റമദാനാണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ഇബാദത്തുകളിൽ സജീവമാകും. ഖുർആൻ പാരായണം കൃത്യമായി നമ്മൾ ചെയ്യും. നമ്മൾ ചെയ്ത തെറ്റുകുറ്റങ്ങൾ റബ്ബിനോട് ഏറ്റുപറഞ്ഞ് ഇസ്തിഗ്ഫാർ ചെയ്ത് തൗബ ചെയ്ത് നമ്മൾ മടങ്ങും. നമ്മൾ സ്വതക്ക നിർവഹിക്കും, സക്കാത്ത് നിർവഹിക്കും. എന്തൊക്കെ ഇബാദത്തുകളുണ്ടോ അതിലൊക്കെ നമ്മളെ കൊണ്ട് സജീവമാകാൻ കഴിയും, ആ ഒരു ചിന്തയുണ്ടെങ്കിൽ. അപ്പൊ സഹോദരങ്ങളെ, ജീവിത വിശുദ്ധി നമുക്ക് കൈവരിക്കാൻ ഒരു പക്ഷേ റമദാനിൽ സാധ്യമായേക്കാം. അവസാനിപ്പിക്കുകയാണ്. റമദാൻ നേരത്തെ പറഞ്ഞ പോലെ അസ്വയാമു ജുന്ന, പരിചയാണ് നോമ്പ്, തിന്മകളിൽ നിന്ന് തടുത്തു നിർത്തും. സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന, നരകത്തിൻ്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുന്ന, പിശാചുക്കളെ ചങ്ങലയിൽ ബന്ധിക്കുന്ന എന്നൊക്കെ പറയുമ്പോൾ ഒരു പക്ഷെ തിന്മയിലേക്ക് പോകില്ല. പക്ഷേ ബഅദ റമദാൻ, റമദാനിന് ശേഷമുള്ള ആ ഒരു ദിവസം മുതൽ നമുക്ക് റമദാനിനെ പോലെ അടുത്ത റമദാൻ വരെ ജീവിക്കാൻ സാധ്യമായാൽ, അതുപോലെ സൂക്ഷ്മത പാലിക്കാൻ, ജീവിത വിശുദ്ധി കൈവരിക്കാൻ സാധ്യമായാൽ അവനാണ് യഥാർത്ഥ വിജയി. അത്തരത്തിലുള്ള ആളുകൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ഇഹലോകത്ത് നൽകുന്ന അനുഗ്രഹം നമ്മൾ പറഞ്ഞു, റിസ്ഖ്, ഉപജീവന മാർഗം ഒന്നും അറിയാത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. പരലോകത്താണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന, ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു മനുഷ്യന്റെ ഭാവനയിലും ഇതുവരെ ചിന്തിക്കാത്ത സ്വർഗം ഉഅദ്ദത്ത് ലിൽ മുത്തഖീൻ, അവർക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒത്തുചേരൽ അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. തഖ്വയിൽ അധിഷ്ഠിതമായ, തൗഹീദിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ സിയാമന വഖിയാമന വതിലാവത്തുൽ ഖുർആൻ. ഈ റമദാനിൽ നമ്മൾ ആദ്യം മുതൽ അനുഷ്ഠിച്ച നോമ്പുകൾ, ഇനി അനുഷ്ഠിക്കാനുള്ള നോമ്പുകൾ, മറ്റുള്ള ഇബാദത്തുകൾ, ഖുർആൻ പാരായണം, തറാവീഹ് നമസ്കാരങ്ങൾ, എല്ലാ കർമ്മങ്ങളും അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. മരണസമയത്ത് കലിമത്തു തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരണപ്പെടുന്ന യഥാർത്ഥ വിശ്വാസികളിൽ, മുവഹ്ഹിദീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ, സ്വാലിഹീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളുണ്ട്, അല്ലാഹു അവർക്ക് ശമനം നൽകുമാറാകട്ടെ. ഒരുപാട് പേര് മരണപ്പെട്ടു പോയവരുണ്ട്, അല്ലാഹു അവർക്ക് പരിപൂർണ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് റഹ്മത്തും മഗ്ഫിറത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. സാന്ദർഭികമായി ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ ഒരു സഹോദരിക്ക് ഇന്നലെ ഒരു ആക്സിഡന്റ് സംഭവിച്ചു. ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. ശമനത്തിന് വേണ്ടി നമ്മൾ ഇൻഷാ അല്ലാഹ് പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരിക്ക് ശിഫ നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم ادخلنا الجنة. اللهم اجرنا وأجر والدينا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. السلام عليكم.